അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു നീക്കമാണ്. നൗ ഫൈസൽ അലി 93-ാമത്തെ മിനിറ്റിലാണ് ഗെയിം. തൃശ്ശൂർ ഫൈനൽ പ്രവേശനത്തിന്റെ പടിവാതിൽ. ഒരു കാര്യം കൂടി എടുത്തു പറയണം, മലപ്പുറം FC-യുടെ എവേ റെക്കോർഡ് അത്ര ശുഭകരമല്ലായിരുന്നു. മലപ്പുറം FC ഈ സീസണിൽ 5 എവേ മത്സരങ്ങളിൽ 1 വിജയം മാത്രമാണുള്ളത്. 2 ഡ്രോ 2 തോൽവിയാണ്. അത് ആ ഒരു എവേ തോൽവി ഇവിടെ ഈ ഗ്രൗണ്ടിലായിരുന്നു. അതുകൂടെ നമ്മൾ പറയണം. സോ ഈ സീസണിൽ ശുഭകരമല്ലാത്ത എവേ റെക്കോർഡുള്ള മലപ്പുറം ഒരു എവേ സെമി ഫൈനൽ കളിക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. അത് 93 മിനിറ്റ് പിന്നിടുമ്പോഴും മലപ്പുറം 1-നെതിരെ 2 ഗോളുകൾക്ക് പിറകിൽ നിൽക്കുന്നു. കഴിഞ്ഞ കളി ഇതേ മൈതാനത്ത് ഇതേ ടീമിനെതിരെ കളിച്ച അതേ സ്കോറിൽ ഇപ്പോൾ 2-1 തൃശ്ശൂർ. യെസ്, മലപ്പുറത്തിന്റെ എവേ റെക്കോർഡ് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോഴും മലപ്പുറത്തിന്റെ ഒരു എവേ റെക്കോർഡ് ഏറ്റവും മികച്ചതാണ്. അത് മലപ്പുറം അൾട്രാസ് ആണ്. അതിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. സോ എവേ റെക്കോർഡ് മലപ്പുറത്തിന്റെ മോശമാണെന്ന് പറയാനേ സാധിക്കില്ല. ഇന്നും ഈ സെമി ഫൈനൽ മത്സരം വീക്ഷിക്കാനും തൃശ്ശൂർ മൈതാനത്തിന്റെ ഏതാണ്ട് തൃശ്ശൂർ ഗാലറിയുടെ പകുതിയോളം മലപ്പുറം അൾട്രാസ് തന്നെയാണ്. അത് മാനേജ് ചെയ്യുന്നു. ആദ്യം ഒന്ന് കയ്യിൽ നിന്ന് വഴുതി എന്ന് തോന്നിപ്പിച്ചു. 94-ാമത്തെ മിനിറ്റിലേക്ക് ഗെയിം കടക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സിനെതിരെ ആരാകും ഫൈനലിൽ എന്നുള്ളതിന് ഏതാണ്ടൊക്കെ ഉത്തരം ആയി കഴിഞ്ഞു. അതിന് ഒരു സാധ്യതയുണ്ടായിരുന്നത് കെനഡിയുടെ ഹെഡറാണ്. ആ ഹെഡർ പോലും അവിടെ മിസ്സായപ്പോൾ ഏകദേശം വിധി തീരുമാനമായി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. സ്റ്റീഫൻ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ വിസിൽ. 94 മിനിറ്റുകൾ പൂർത്തിയാവുകയാണ്. ഫൈനൽ വിസിലിന്റെ നിമിഷത്തിന് വേണ്ടിയാണ് ഈ സ്റ്റേഡിയം തൃശ്ശൂരിന്റെ ആരാധകർ ഒന്നറിഞ്ഞ് കാത്തിരിക്കുന്ന. ഇവാൻ മാർക്കോവിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഇവാൻ ആ പന്ത് ഹോൾഡ് ചെയ്യുകയാണ് വളരെ സെൻസിബിളി. നൗ മാർക്കസ്, ഫൈസൽ, ഇവാൻ ഫോർവേഡ് ബോൾ ബ്ലോക്ക് ചെയ്യുന്നു. നൗ ഐത്തോർ, അൽഫോർസി, റൈറ്റ് സൈഡിൽ നിന്നും ഒരു ബാക്ക് ഹീൽ കളിക്കുകയാണ്. പക്ഷെ നഷ്ടപ്പെടുത്തി കളിയാണ് പന്ത് അവിടെ. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റ്. ആഡ് ഓൺ ടൈമിൽ എന്തായാലും മികച്ച രീതിയിൽ തന്നെ തൃശ്ശൂർ ഈ മത്സരത്തിനെ സമീപിച്ചിട്ടുണ്ട്. പോയിന്റ് പട്ടികയിലെ 2ാം സ്ഥാനക്കാരായി സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്ത തൃശ്ശൂർ മാജിക്. കഴിഞ്ഞ സീസണിൽ ലീഗിൽ ഏറ്റവും ഒടുവിലായി പോയ തൃശ്ശൂർ മാജിക് ഇത് 2ാം സീസണിന്റെ ഫൈനലിലേക്ക് വെളിപ്പാടരികയാണ്. ഇഞ്ചുറി. വിശുദ്ധമായ ഇടമാണ് കളം. കാവൽ അതിന്റെ സംരക്ഷണവും. സോ കളിക്കളം കാവൽ. The symbolic hunt to safeguard the sacred ground. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇത് ഹോം ടീമിന്റെ കളിക്കളം കാവൽ. It is Thrissur Magic 3, Malappuram FC 1 in the last minute of the injury time of the semi-final game. Thrissur Magic വിജയമുറപ്പിക്കുന്നു. ഹാട്രിക് ഫോർ മാർക്കസ്. കളിക്കളം കാവൽ. തിരുമ്പി വന്നിട്ടേടാ എന്നൊരു ഡയലോഗ് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് തിരിച്ചുവരവ് അവിസ്മരണീയമാക്കി മാറ്റുന്നു. മാർക്കസ് ജോസഫ് പവർഫുൾ കിക്കാണ്. ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടിത്തെറിക്കുന്നു. ഡിപ്പ് വരുന്നു. ആ ഡിപ്പിൽ കൃത്യമായി അവിടെ ഒരു ചെറിയ കോൺസെൻട്രേഷൻ്റെ ഒരു പിഴവുണ്ട്. ആ പവർ ജഡ്ജ് ചെയ്തത് അല്പം പിഴച്ചു പോകുന്നു. എന്തായാലും മാർക്കസ് ജോസഫ് ഹാട്രിക്കിലൂടെ തൃശ്ശൂർ മാജിക്കിനെ ഫൈനലിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയണം. വാട്ട് എ ഡേ ഫോർ മാർക്കസ് ജോസഫ്. ഒരു ഗ്ലോറിയസ് ഹാട്രിക്കിലൂടെ മാർക്കസ് ജോസഫ് തൃശ്ശൂരിനെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. സോ കണിമംഗലവും ചെമ്പുക്കാവും പനമുക്കും കാരമുക്കും ലാലൂരും ചൂരക്കോട്ടുകാവും അയ്യന്തോളും നെയ്തലക്കാവും വന്നു. പാറമേക്കാവും തിരുവമ്പാടിയും നിന്നു. സർവം നടത്തുന്ന വടക്കുംനാഥൻ സാക്ഷി തൃശ്ശൂർ മാജിക് FC ഇതാദ്യമായി സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിലേക്ക്. തൃശ്ശൂർ മാജിക് into the final of the Super League Kerala Season 2 with a majestic semi-final win against Malappuram with 3-1. തൃശ്ശൂർ മാജിക്സ് ഇന്നത്തെ മത്സരത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസോടുകൂടി walks to the final with an outstanding performance. ഫയർവർക്സ് നമുക്കിവിടെ വെടിക്കെട്ട് കാണാം. തൃശ്ശൂർ പ്രശസ്തരാണ് വെടിക്കെട്ട് ഗോളിന്റെ വെടിക്കെട്ട്. മാർക്കസ് ജോസഫിന്റെ വെടിക്കെട്ടാണ് ഇന്ന് ഇവിടെ പ്രത്യേകത. തീർച്ചയായും മാർക്കസ് ജോസഫിന്റെ ഹാട്രിക് വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന വെടിക്കെട്ടിന് സാക്ഷിയാവുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇത് പൂര ദിവസമല്ല, പക്ഷേ പൂരത്തിന് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മീതെ. എങ്ങും
വർണ്ണ പ്രപഞ്ചമാണ്, കരിമരുന്ന് തീർക്കുന്ന വർണ്ണ പ്രപഞ്ചമാണ് ഞങ്ങൾക്ക് ചുറ്റും. ബിക്കോസ് തൃശ്ശൂരിന്റെ സ്വന്തം ടീം തൃശ്ശൂർ മാജിക് FC മാജിക്കലി സീസണിന്റെ SLK രണ്ടാം സീസണിൽ മാജിക്കലായ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഫൈനലിലേക്ക് പറന്നെത്തിയിരിക്കുന്നു തൃശ്ശൂരിന്റെ ചുണക്കുട്ടികൾ. ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു തൃശ്ശൂർ മാജിക്. It's a message from Marcus Joseph. This man, don't underestimate me. Marcus Joseph, I am here. അതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദേശം. Don't underestimate the power of Marcus Joseph. ഇന്നത്തെ ടീമിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സംഗതി അതാണ്. 5 മത്സരത്തെ ഇടവേളയ്ക്ക് ശേഷം മാർക്കസ് ജോസഫ് തിരിച്ചു വന്ന മത്സര ദിവസമാണ് ഈ സെമി ഫൈനൽ മത്സര ദിവസം. ഐ ലീഗിലെ പഴയ ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ക്ലാസ് എന്താണെന്ന്, അദ്ദേഹത്തിന്റെ പ്രതിഭ എന്താണെന്ന് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോക്കാരൻ അടിവറിയിട്ട് തെളിയിച്ച സെമി ഫൈനൽ മത്സരമാണ് നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയത്. 1-3 ഗോളുകൾക്ക് കരുത്തരായ മലപ്പുറത്തെ വീഴ്ത്തി 1-3 ഗോളുകൾക്ക് ആ 3-3 സ്കോർ ചെയ്ത മാർക്കസ് ജോസഫ് മിന്നുന്ന ഒരു സെമി ഫൈനൽ ഹാട്രിക് ആണ് സൂപ്പർ ലീഗ് കേരള ആരാധകർക്കും തൃശ്ശൂർ മാജിക്കിന്റെ ആരാധകർക്കും സമ്മാനിച്ചത്. ഇത് അവിസ്മരണീയമായ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു മത്സര ദിവസമാണ് സൂപ്പർ ലീഗ് കേരളയെയും തൃശ്ശൂർ മാജിക്കിനെയും സംബന്ധിച്ചിടത്തോളം. ഫുൾ ടൈം ഹിയർ ഇൻ ദ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇൻ ദ സെക്കൻഡ് സെമി ഫൈനൽ. ഇറ്റ് ഈസ് തൃശ്ശൂർ മാജിക് FC 3 മലപ്പുറം FC 1. മാർക്കസ് ജോസഫ് 26, 84, 95 മിനിറ്റുകളിൽ മലപ്പുറത്തിന്റെ ആശ്വാസ ഗോൾ L4C 46-ാം മിനിറ്റിൽ നേടിയ ആ 1-1 സമനില